जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 15-ാമത്തെ അധ്യായം, പൃഥുരാജാവിന്റെ ആവിർഭാവവും പട്ടാഭിഷേകവും. ശ്ലോകം 7 മുതൽ 11 വരെ വായിക്കാം. മൈത്രേയ ഉവാച പ്രശംസന്തി സ്മതം വിപ്ര ഗന്ധർവപ്രവരാ ജഗുഃ മുമുക്ഷു സമനോധാര സിദ്ധാ നൃത്യന്തി സുസ്ത്രിയഃ ശങ്കതുര്യാ മൃദംഗാദ്യ നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതॄണാം ഗണാഃ. ബ്രഹ്മാ ജഗദ്ഗുരുർദേവൈ സഹാശ്രിത്യ സുരേശ്വരൈഃ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ഛിന്നം ഗദാഭൃതഃ പാദയോരരവിന്ദം ച തം വൈ മേനേ ഹരേ കലാം യസ്യാ പ്രതിഹതം ചക്രം അംശാ സ പരമേഷ്ഠിനഃ. തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിഃ അഭിഷേചനികാന്യസ്മൈ ആജഹ്രു സർവതോ ജനാഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സെൽവ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 15, പൃഥുരാജാവിന്റെ ആവിർഭാവവും പട്ടാഭിഷേകവും. ശ്ലോകം 7. മൈത്രേയ ഉവാച പ്രശംസന്തി സ്മത്തം വിപ്ര ഗന്ധർവ പ്രവരാ ജഗുഃ മുമുജുഃ സമുനോധാര സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയഃ. വിവർത്തനം. മഹാമുനി മൈത്രേയൻ തുടർന്നു, എന്റെ പ്രിയപ്പെട്ട വിതുര, ആ സമയത്ത് എല്ലാ ബ്രാഹ്മണരും പൃഥുരാജാവിനെ മുക്തകണ്ഠം പുകഴ്ത്തുകയും ഗന്ധർവലോകത്തെ ശ്രേഷ്ഠ ഗായകർ അവന്റെ മഹത്വങ്ങൾ കീർത്തിക്കുകയും ചെയ്യുന്നു. സിദ്ധലോകവാസികൾ പുഷ്പമഴ ചൊരിയുകയും സ്വർഗലോകത്തെ അപ്സര സ്ത്രീകൾ ഉന്മാദനൃത്തമാടുകയും ചെയ്തു. ശ്ലോകം 8. ശംഖതുര്യമൃദംഗാദ്യ നേതുർദുന്ദുഭയോദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതൃണാം ഗണാം. വിവർത്തനം. ശൂന്യാകാശത്ത് ശംഖുകളും കുഴലുകളും ചെണ്ട മദ്ദളാദികളും പെരുമ്പറകളും ശബ്ദഘോഷം മുഴക്കി. സ്വർഗീയ ഗ്രഹങ്ങളിലെ മഹാമുനിമാരും പിതാമഹന്മാരും ഇതര വ്യക്തികളും വിവിധ ഗ്രഹ സംവിധാനങ്ങളിലൂടെ ഭൂമിയിലേക്ക് വന്നു. ശ്ലോകങ്ങൾ 9, 10. ബ്രഹ്മാ ജഗദ്ഗുരുർദേവൈ സഹസ്രാബ്ദ സുരൈശ്വര വൈനസ്യ ദക്ഷിണാഹസ്തേ ദൃഷ്ടാ ചിഹ്നം ഗദാഭൃതാം പാദയോരരവിന്ദച്ച ത്വം വൈമേനേ ഹരേ കലം യസ്യാ പ്രതിഹതം ചക്ര അംശ സ പരമേഷ്ഠിനഃ. വിവർത്തനം. ലോകത്തിന്റെ മുഴുവൻ ഗുരുവായ ബ്രഹ്മദേവൻ എല്ലാ ദേവന്മാരുടെയും അവരുടെ മുഖ്യന്മാരുടെയും അകമ്പടിയോടെ അവിടെ എത്തി. പൃഥുരാജാവിന്റെ വലതു കൈയിൽ വിഷ്ണു ഭഗവാന്റെ ഉള്ളം കൈയിലെ രേഖകളും പാദങ്ങൾക്കടിയിൽ താമരപ്പൂ മുദ്രയും ദർശിച്ച ബ്രഹ്മദേവൻ അവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഭാഗിക പ്രാതിഥ്യമാണെന്ന് മനസ്സിലായി.
ഒരുവന്റെ ഉള്ളം കൈയിൽ ചക്രത്തിന്റെ ചിഹ്നമോ അതുപോലെ വിഷ്ണുവിന്റെ മറ്റു മുദ്രകളുടെ രേഖകളോ ഉണ്ടെങ്കിൽ അവൻ പരമോന്നതനായ ഭഗവാന്റെ ഭാഗികമായ പ്രാതിനിധ്യമോ അവതാരമോ ആയി പരിഗണിക്കപ്പെടണം. ശ്ലോകം 11. തസ്യാഭിഷേകാരബ്ധോ ബ്രാഹ്മണൈ ബ്രഹ്മവാദിഭിഃ ആഭിഷേകാന്യസ്മൈ ആചക്രു സർവദോജന. വിവർത്തനം. വൈദികാചാരാനുഷ്ഠാനങ്ങളോട് വളരെ പ്രതിപത്തിയുള്ള ജ്ഞാനികളായ ബ്രാഹ്മണർ രാജാവിന്റെ കിരീടധാരണത്തിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. ആഘോഷത്തിനു വേണ്ട നാനാതരം സാമഗ്രികൾ ജനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്ന് ശേഖരിച്ചു. അപ്രകാരം എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സെൽവ മാതാജി. ഹരേ കൃഷ്ണ. വേനന്റെ ശരീരത്തിൽ നിന്നും വേനന്റെ ഇരു കൈകളിൽ നിന്നും ഭഗവാന്റെ അംശ അവതാരമായിട്ടുള്ള ശക്താവേശ അവതാരമായിട്ടുള്ള പൃഥുവും ലക്ഷ്മി ദേവിയുടെ അംശമായിട്ടുള്ള അർച്ചയും പ്രത്യക്ഷമായി എന്നുള്ള വാർത്ത ലോകം മുഴുവൻ വ്യാപിച്ചു. ദേവലോകങ്ങളിലും ഈ ഒരു വാർത്ത അറിഞ്ഞു. ഭഗവാന്റെ അവതാരം പ്രത്യക്ഷമായിട്ടുണ്ട് പൃഥു മഹാരാജാവിന്റെ രൂപത്തിൽ എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ദേവലോകത്തിൽ നിന്ന് പോലും ദേവന്മാർ പോലും അവിടെ എത്തിച്ചേരാൻ തുടങ്ങി. അവരെല്ലാവരും ഭഗവാനെ വ്യത്യസ്ത രീതിയിൽ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ തന്നെ ബ്രാഹ്മണർ ഇത് ഭഗവാന്റെ അവതാരമാണ്, ഭഗവാന്റെ ഒരു ഭാഗികമായിട്ടുള്ള അംശത്തിന്റെ പ്രതിനിധിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്, ഭഗവാന്റെ ഭരണശക്തി പ്രദർശിപ്പിക്കുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാൻ ഇപ്പോൾ അവതരിച്ചിട്ടുള്ളത് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൃഥു മഹാരാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പ്രശംസന്തി സ്മതം വിപ്ര ഗന്ധർവ പ്രവരാജഗു മുമുചോ സമനോധാര സിദ്ധ്യ നൃത്യന്തി സുസ്ത്രീയ. ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൃഥു മഹാരാജാവിനെ സ്തുതിച്ചു. ഗന്ധർവന്മാർ ഭഗവാന്റെ മഹത്വങ്ങൾ കീർത്തിക്കാൻ ആരംഭിച്ചു. സിദ്ധന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകൾ ആനന്ദ നൃത്തമാടി. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അവർ ഭഗവാനെ സ്വീകരിക്കുകയും ഭഗവാനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ശംഖതുര്യാമൃതങ്കാദ്യാനേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതൃണാം ഗണ. അവിടെ വലിയ ആഘോഷമായി. ഭൂമിയിൽ മാത്രമല്ല 14 ലോകങ്ങളിലും ആഘോഷമായി. ആകാശത്ത് വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. കാരണം ദേവന്മാർ ആരാധിക്കുന്ന ഭഗവാൻ വിഷ്ണു ഇപ്പോൾ നേരിട്ട് അവർക്ക് ദർശിക്കാവുന്ന രീതിയിൽ പ്രത്യക്ഷമായിരിക്കുകയാണ്. അവർ സാധാരണ ആരാധിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെയാണ്. ആ വിഷ്ണു ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ആനന്ദമായി. ആ ഭഗവാൻ വിഷ്ണുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ വ്യത്യസ്തമായിട്ടുള്ള വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ശംഖതുര്യാമൃതങ്കാദ്യ, ശംഖം, അതേപോലെ കുഴലുകൾ, മൃദംഗം, ദുന്ദുബി, പെരുമ്പറ ഒക്കെ മുഴക്കിക്കൊണ്ട് അവർ വലിയ ആഘോഷം അവിടെ നടത്തി എന്ന് പറയുന്നു. മാത്രമല്ല ഭഗവാനെ നേരിട്ട് ദർശിക്കുന്നതിന് വേണ്ടി ദേവലോകത്തു നിന്നും ദുന്ദുബയോ ദിവി, ദേവലോകത്തു നിന്നും ദേവന്മാരും മഹർഷിമാരും പിതൃഗണങ്ങളും ഒക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതൃണാം ഗണ. ഉപാജഗ്മു, അവരൊക്കെ നേരിട്ട് എത്തിച്ചേർന്നു. പണ്ട് കാലത്ത് ദേവന്മാർ ഭൂമിയിലേക്ക് വരാറുണ്ടായിരുന്നു. കലിയുഗത്തിന്റെ മുന്നേ മറ്റു യുഗങ്ങളിൽ ദേവന്മാർ ഇങ്ങനെ യജ്ഞങ്ങൾ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര സമയത്തുമൊക്കെ നേരിട്ട് ദേവന്മാർ ഭൂമിയിൽ വരാറുണ്ട്. അതേപോലെ പൃഥു മഹാരാജാവ് പ്രത്യക്ഷമായ സമയത്തും ദേവന്മാരും ഋഷിമാരും പിതൃഗണങ്ങളും എല്ലാം കൂട്ടം കൂട്ടമായിട്ട് അവർ ഭൂമിയിലേക്ക് ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ബ്രഹ്മലോകത്തിൽ ഭഗവാന്റെ അവതാര വാർത്ത കേട്ട സമയത്ത് ബ്രഹ്മാവും നേരിട്ട് ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നു എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ബ്രഹ്മ ജഗദ്ഗുരുർദേവേ സഹാശ്രിത്യ സുരേശ്വരേ. ബ്രഹ്മാവിനെ ജഗദ്ഗുരു എന്നാണ് പറയുന്നത്. കാരണം ആദ്യമായിട്ട്
വേദജ്ഞാനം ലഭിച്ചിട്ടുള്ളത് ബ്രഹ്മാവിനാണ്. ഭഗവാനിൽ നിന്ന് ആദ്യമായിട്ട് വേദജ്ഞാനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മാവ്. തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഹ്യന്തി സൂര്യ എന്ന് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് വേദജ്ഞാനം ലഭിച്ച തന്റെ ശിഷ്യന്മാർക്കെല്ലാം വേദജ്ഞാനം വിതരണം ചെയ്ത വ്യക്തിയാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ ഇവിടെ ജഗദ്ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മ ജഗദ്ഗുരു ദേവൈ സഹാശ്രിത്യ സുരേശ്വരെ. ബ്രഹ്മാവ് വരുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ കൂടെ അനേകം ദേവന്മാരും വ്യത്യസ്ത ലോകങ്ങളിലെ ലോകത്തിന്റെ പാലകന്മാരും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അവതാരമാണ് എന്ന് നേരത്തെ ബ്രഹ്മാവ് കേട്ടിട്ടുണ്ട്. പക്ഷേ ബ്രഹ്മാവ് പൃഥു മഹാരാജാവിനെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അത് അവതാരമാണെന്ന് അംഗീകരിച്ചത്. പെട്ടെന്ന് തന്നെ ഇതൊരു അവതാരമാണെന്ന് ബ്രഹ്മാവ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രഹ്മാവ് ചില ലക്ഷണങ്ങളൊക്കെ നോക്കി. ഭഗവാന്റെ ലക്ഷണങ്ങളൊക്കെ ബ്രഹ്മാവിന് അറിയാം. കാരണം ബ്രഹ്മാവ് ഭഗവാനെ നേരിട്ട് കാണുന്ന വ്യക്തിയാണ്. ഭഗവാന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയതിനു ശേഷം മാത്രമാണ് ബ്രഹ്മാവ് പൃഥുവിനെ ഭഗവാന്റെ അംശമായിട്ട്, ഭഗവാന്റെ അംശത്തിന്റെ അംശമായിട്ട് അംഗീകരിച്ചത് എന്ന് പറയുന്നു. വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃത. വൈന്യൻ എന്ന് പറയുന്നത് വേനന്റെ പുത്രനായിട്ടുള്ള പൃഥു മഹാരാജാവിനെയാണ്. പൃഥു മഹാരാജാവിന്റെ ഇരു കൈകളിലും വ്യത്യസ്ത ചിഹ്നങ്ങൾ ബ്രഹ്മാവ് കണ്ടു എന്നാണ് പറയുന്നത്. ചക്രത്തിന്റെ ചിഹ്നം, അതേപോലെ ഗദയുടെ ചിഹ്നം, അതേപോലെ പൃഥു മഹാരാജാവിന്റെ പാദങ്ങളിൽ താമരയുടെ ചിഹ്നം, ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ബ്രഹ്മാവും ഇത് ഭഗവാന്റെ ഒരു കലാവതാരമാണ്. പാതയോ ഒരരവിന്ദം ച തംവൈ മേനെ ഹരേ കലാം. ഹരിയുടെ, ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു കലാവതാരമാണ്. കല എന്ന് പറഞ്ഞാൽ നേരിട്ട് ഭഗവാന്റെ അവതാരമല്ല, അംശത്തിന്റെ ഒരു അംശമാണ്. ഭഗവാന്റെ ഒരു ഭാഗികമായിട്ടുള്ള പ്രതിനിധിയാണ് ഈ പൃഥു മഹാരാജാവ് എന്ന് ബ്രഹ്മാവും അംഗീകരിച്ചു. യസ്യാ പ്രതിഹതം ചക്രം അംശാസ പരമേഷ്ഠിന. ആ പരമേഷ്ഠിയായിട്ടുള്ള ബ്രഹ്മാവ് പൃഥു മഹാരാജാവിനെ പരമേഷ്ഠിയായിട്ട്, പരമപുരുഷനായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ പരമപുരുഷന്റെ അവതാരമായിട്ട് അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രഹ്മാവും അംഗീകരിച്ച സമയത്ത് അവിടെ കൂടിയ ബ്രാഹ്മണന്മാർ പൃഥു മഹാരാജാവിനെ രാജാഭിഷേകം, കിരീടധാരണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അവർക്ക് ഒരു രാജാവ് അത്യാവശ്യമായിരുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ രാജാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷമായി. അവരെല്ലാവരും വലിയ ഉത്സാഹത്തോടുകൂടി പൃഥു മഹാരാജാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അഭിഷേക സമയത്ത് ലോകത്തിന്റെ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്ത വ്യക്തികൾ, ദേവന്മാർ, പിതൃക്കൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത മുഖ്യന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ വലിയ ഉപഹാരങ്ങളൊക്കെ ഭഗവാന് നൽകി. അവർക്ക് നൽകാൻ സാധിക്കുന്ന ഉപഹാരങ്ങൾ ഭഗവാന് നൽകി. എന്തൊക്കെയാണ് അവര് ഭഗവാന് നൽകിയത് എന്നെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ